ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫിസിക്സ് കീമിന് വേണ്ടി എങ്ങനെ ഏറ്റവും നന്നായി പഠിക്കാമെന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഫിസിക്സ് പാടാണ്. അത് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും എക്സാമിന് എഴുതാനും പ്രോബ്ലം ചെയ്യാനും എല്ലാം പാടാണ്. സോ നമ്മൾ അതിനെ കണ്ട് പേടിക്കാതിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ്, എല്ലാവർക്കും പാടാണത് ഫിസിക്സ്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസാണിത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നോക്കുമ്പം കീമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ പാടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ നിങ്ങളതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിയറി വായിക്കുക. ആ NCERT പേജ് ബുക്കിൽ അതിനകത്ത് നിന്ന് തിയറി വായിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സൈനൊക്കെ മാറിക്കഴിഞ്ഞാലും ഓക്കെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് തിയറി നല്ലപോലെ വായിച്ചിട്ട് മനസ്സിലാവണ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്യുക, ബാക്കി വിട്ടേക്കുക. പിന്നെ ഞാൻ പറയണത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണം. നമുക്ക് സിമ്പിളായിട്ട് മറ്റേ വോൾട്ടേജ് ഓംസ് ലോ വെച്ചിട്ടും, പിന്നെ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോസ് ഒക്കെ വെച്ചിട്ട് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വരുന്ന പ്രോബ്ലംസ് ഇല്ല. അതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്യണം. അത് ഞാൻ തറവായിട്ട് പഠിക്കാൻ നിങ്ങളോട് പറയണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയണില്ല, കാരണം അത് പാടാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി അത്ര പാടല്ല, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണേ ഉള്ളൂ. ഓക്കെ, സോ പിന്നെ നമ്മൾ വരുന്നത് മോഡേൺ ഫിസിക്സ് എന്ന ചാപ്റ്ററിലാണ്. അത് മറ്റേ ലാസ്റ്റ് ഫിസിക്സിൻ്റെ പ്ലസ് ടുവിലെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സാണ് ഒരുമിച്ച് പറയണത്, പ്ലസ് സെമി കണ്ടക്ടേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഇതിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, സോ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ തറവായിട്ട് വായിച്ചിട്ടേ പോവുള്ളൂ. അതിലത്തെ ഇക്വേഷൻസ് കാണാതെ പഠിച്ചിട്ടേ പോവുള്ളൂ. ഇല്ലെങ്കില. ഓക്കെ, സോ അത്രയും ചാപ്റ്റേഴ്സ് തറവായിട്ട് വായിച്ച് അതിൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കണം. സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ശരിയാണ്, മോഡേൺ ഫിസിക്സ് വായിക്കുമ്പോൾ എനിക്കും ബോറടിച്ചിട്ടുണ്ട്, അത് കൊള്ളാത്ത ചാപ്റ്ററാണ്. പക്ഷേ അതിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റണതും സിമ്പിളായിട്ടുള്ള ചോദ്യം അതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി മറ്റേ 1/λ വെച്ചിട്ടൊക്കെയുള്ള ഇക്വേഷനിലെ RHയൊക്കെയുള്ള ഇക്വേഷൻ, മറ്റേ റേനോൾഡ്സ് നമ്പരാ, ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻസൊക്കെ ഇല്ലേ, അതൊക്കെ എപ്പോഴും സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസാണ് അതൊക്കെ. ഓക്കെ, പിന്നെ ഉള്ളത് മെയിനായിട്ട് ഇതാണ്. പിന്നെ മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ തിയറി പാർട്ടുണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. പിന്നെ മറ്റേ ഈസി അല്ല, AC കറണ്ടൊക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അതിൽ മറ്റേ ലെൻസസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ലോസൊക്കെ തരും. സോ ഇതൊക്കെ ഇവർ മറ്റേ തിയറി ബേസ്ഡ് ആയിട്ടൊക്കെ കൺസെപ്ഷ്യലായിട്ടൊക്കെ ചോദിക്കും. സോ അത് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം എഴുതുക. അതിൽ നെഗറ്റീവ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കത് കത്തിയെങ്കിൽ മാത്രം. സോ കത്താൻ നിങ്ങൾ ശ്രമിക്കുക. കത്തിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോ. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വിട്ടേക്ക്. ഓക്കെ, പിന്നെ തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, പക്ഷേ അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. കെമിസ്ട്രിയും ഫിസിക്സും തമ്മിൽ നല്ല കൺഫ്യൂഷനായിട്ട് നമ്മൾ കൊണ്ട് കുളവാക്കും. ഓക്കെ, സോ ഇതിനുള്ള ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ PYQ സോൾവ് ചെയ്യുക, ആ കൺസെപ്റ്റ് കത്തുക. ഓക്കെ, കൺസെപ്റ്റ് കത്തുന്ന വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തോ. ഓക്കെ, ലൈക്ക് അതൊരു സിമ്പിൾ കൺസെപ്റ്റാണ്. ചിലടത്ത് മൈനസ് വരും, ചിലടത്ത് പ്ലസ് വരണം. വർക്കും ഹീറ്റും ആയിട്ടുള്ള കളിയാണ്. ഓക്കെ, സോ അതും ഞാൻ പറയണു, ആ സമയത്ത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ട് എക്സാമിന് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എഴുതരുത്. കാരണം അത് നെഗറ്റീവ് അടിക്കാൻ നല്ല ഹൈ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ തെർമോഡൈനാമിക്സ്. കറണ്ട് ഇലക്ട്രിസിറ്റി ഞാൻ വീണ്ടും പറയുന്നത് വെരി ഗുഡ് ചാപ്റ്ററാണ്. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ, തറവാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ വർക്ക് എനർജി പവർ, പിന്നെ മറ്റേ +1 കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, ഇതിന്നൊക്കെ 2-3 ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. പക്ഷേ അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് തന്നെ എക്സാമിന് പോവാം. ഓക്കെ, സോ വായിക്കുക, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഞാൻ മെയിനായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് വെച്ച് നോക്കണ്ട, കൺസെപ്റ്റ്സ് വെച്ച് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അറിയാമോ, മീൻസ് കൺസെപ്റ്റ്സാണ് ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചേക്കണം. ഓക്കെ,
സോ ഓക്കെ ലൈക്ക് ദാറ്റ്. പിന്നെ PYQs സോൾവ് ചെയ്യുക, എത്ര PYQs സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രീവിയസ്. പിന്നെ മോക്ക് ടെസ്റ്റ് കൊടുക്കുക. ഫിസിക്സിനൊക്കെ ഈ കൺസെപ്റ്റല്ലേ റിപ്പീറ്റായി വരണേ. സോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിക്കായാൽ നമുക്ക് എക്സാമിന് ഒരു എക്സ്ട്രാ മാർക്കല്ലേ, ഒരു നെഗറ്റീവ് മാർക്ക് കുറയത്തില്ലേ. യാ, സോ ദാറ്റ്സ് റൈറ്റ് ഗൈസ്. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.